മലയാള സിനിമയിലെ എല്ലാ ചൂഷണങ്ങൾക്കും നേതൃത്വം നൽകുന്ന ആ മാഫിയ സംഘാംഗങ്ങൾ ആരൊക്കെയാണ്? അവരുടെ പേരുകൾ പുറത്തു വരുമോ? പെൺകുട്ടികളടക്കം മലയാള സിനിമയിൽ ചൂഷണത്തിനിരയാകുന്നു എന്ന വെളിപ്പെടുത്തൽ ഗൗരവ സ്വഭാവമുള്ളതാണ്. പോക്സോ കേസടക്കം രജിസ്റ്റർ ചെയ്യാവുന്ന മൊഴികളാണ് ഹേമ കമ്മിറ്റിക്ക് മുമ്പിലുള്ളത്. അതിൽ നടപടിയുണ്ടാകുമോ? 15ഓളം വരുന്ന പവർ ഗ്രൂപ്പാണ് സിനിമയിലെ ചൂഷണങ്ങൾക്ക് നേതൃത്വം നൽകുകയും കുറ്റവാളികളെ സംരക്ഷിക്കുകയും ചെയ്തതെന്ന് റിപ്പോർട്ടിലുണ്ട്. ആ തമ്പ്രാക്കൾ ആരൊക്കെയെന്ന് കേരളം അറിയണ്ടേ? മലയാള സിനിമയിലെ കരുത്തനായ നടനെ സിനിമയിൽ നിന്ന് പുറത്താക്കിയതും ഇതേ ഗ്രൂപ്പ് തന്നെയെന്ന് റിപ്പോർട്ടിലുണ്ട്. ആ നടനൊടുവിൽ സീരിയൽ രംഗത്തെത്തിയപ്പോൾ അവിടെ നിന്നും പുറത്താക്കാൻ ഇടപെട്ട ആത്മാ നേതാവ് കൂടിയായ നടൻ ആരെന്നും വെളിപ്പെടേണ്ടതുണ്ട്. ഏറെ ആരാധിച്ചിരുന്ന താരത്തിൽ നിന്ന് ലൈംഗിക ചൂഷണമുണ്ടായപ്പോൾ തകർന്നുപോയി എന്ന് റിപ്പോർട്ടിലെ മൊഴിയിലുണ്ട്. ആ താരപ്രമുഖൻ ആരാണ്? WCCക്ക് അടിത്തറയിട്ടവരിൽ ഒരാളായ കലാകാരി ഒടുവിൽ കാലുമാറി സിനിമയിൽ ഒട്ടേറെ അവസരങ്ങൾ നേടിയെടുത്തെന്നും റിപ്പോർട്ടിലുണ്ട്. ലൈംഗിക ചൂഷണത്തെക്കുറിച്ച് വെളിപ്പെടുത്തിയാൽ ജീവൻ തന്നെ അപകടത്തിലാകുമെന്നാണ് ചില സാക്ഷികളുടെ മൊഴികൾ. അടിമുടി അധോലോകത്തിന്റെ കൈപ്പിടിയിലാണ് മലയാള സിനിമ എന്ന് ഹേമ കമ്മിറ്റി റിപ്പോർട്ടിലെ സാരം. സിനിമാ മേഖലയിലെ വേട്ടക്കാരന്റെ റോളുള്ള ആ പവർ ഗ്രൂപ്പുകളെ നിയമത്തിന്റെ മുന്നിൽ കൊണ്ടുവരാതെ എങ്ങനെയാണ് സിനിമാ മേഖലയിലെ പ്രതിസന്ധികൾക്ക് പരിഹാരമാവുക? ആർ അനന്തകൃഷ്ണൻ, മാതൃഭൂമി ന്യൂസ്, തിരുവനന്തപുരം.